Hi friends, welcome to Physics of Life by Rajesh. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാനലിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വണ്ണിലെ ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അതിന്റെ ഒരു റിവിഷനും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ സോൾവിങ്ങുമാണ്. ഇത് ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഫൈനൽ എക്സാമിന് വേണ്ടി മാത്രം, പ്ലസ് വണ്ണിന്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഫൈനൽ എക്സാമിന് വേണ്ടി മാത്രം ഉള്ള ഒരു റിവിഷനാണ്. അതേ സംബന്ധിക്കുന്നുള്ള ക്വസ്റ്റ്യൻ സോൾവിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അപ്പൊ ഇത് നമുക്ക് അറിയാം. നമ്മളെ സംബന്ധിച്ചോളം ആദ്യം നമ്മൾ പ്ലസ് വണ്ണിലേക്ക് കയറുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ഇതിലെ കൺസെപ്റ്റുകൾ. അപ്പൊ നമുക്കിതിൽ നോക്കേണ്ടത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? വളരെ സിമ്പിൾ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ഫോഴ്സ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ജനറലി എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നേരായ വഴിക്കോ അല്ലെങ്കിൽ ഇത്തിരി വളഞ്ഞ വഴിക്കോ മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. മാസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് മാസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ ലെങ്ത്, നമ്മുടെ കയ്യിൽ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ടൈം, നമ്മുടെ വാച്ച് ഉണ്ട്, ഈസി ആയിട്ട് ടൈം എടുക്കാം. പക്ഷേ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലെങ്തും കണ്ടുപിടിക്കണം, ടൈമും കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഫോഴ്സ്, നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. മെക്കാനിക്കൽ ഫോഴ്സ് ആണെങ്കിൽ മാസും ആക്സിലറേഷനും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും, ചില ക്വാണ്ടിറ്റികൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ചിലത് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അവരെ എല്ലാം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ രീതിയിലാണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. അപ്പോ നമുക്ക് നോക്കാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ എന്ത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് മാസ് പറയാം, ലെങ്ത് പറയാം, ടൈം പറയാം. അതായത് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ അവരെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിറൈവ്ഡ് എന്തായിരിക്കും? ഇപ്പോ വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ആണ്. അതിനർത്ഥം ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസിനെ നമുക്ക് ലെങ്ത് എന്ന് പറയാം, ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതുപോലെ മൊമെന്റം, ഇവരൊക്കെ ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, ഈ എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എങ്കിൽ ഒരാളുടെ ഇന്റലിജൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒരാളുടെ ഇന്റലിജൻസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്റലിജൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് മറ്റൊരാളെക്കാൾ കൂടുതൽ ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കാൾ കൂടുതൽ ഹാപ്പിയാണ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഈ ഹാപ്പിനെസ്, ഇന്റലിജൻസ്, വെൽത്ത്, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? ഉറപ്പായിട്ടും അല്ല. കാരണം ഒരാളുടെ ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. കാരണം ആ ക്വാളിറ്റിക്ക് നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. IQ എത്രയാണ് IQ, അല്ലെങ്കിൽ ഹാപ്പി എത്ര ടൈംസ് ഹാപ്പി, ഒരു ന്യൂമറിക്കൽ ഡിജിറ്റുമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു യൂണിറ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കിവരെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ദർ ഈസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്സ് ആർ ഇൻവോൾവ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ടുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്കിനി പറയാനുള്ളത് യൂണിറ്റുകളെ കുറിച്ചാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ പല തരത്തിലുള്ള യൂണിറ്റുകൾ കണ്ടിട്ടുണ്ട്. കിലോഗ്രാം, ഗ്രാം, സെക്കൻഡ്,
മീറ്റർ എക്സെട്ര. അപ്പൊ എങ്ങനെയാണ് ഈ യൂണിറ്റുകളൊക്കെ വന്നത്? എവിടെയൊക്കെയാണ് നമ്മൾ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം മേടിച്ചു. അത് തൂക്കി കടക്കാരൻ നമുക്ക് തന്നു 3.5 കിലോ, 3.5 കിലോഗ്രാം. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കിലോഗ്രാം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. 3.5 എന്നുള്ളത് അതിന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം മെഷർ ചെയ്തു 2.5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ. അവിടെയും നമുക്ക് കാണാം കിലോമീറ്റർ എന്നുള്ളത് അതിന്റെ യൂണിറ്റും 2.5 എന്നുള്ളത് അതിന്റെ മൾട്ടിപ്പിളുമാണ്. അപ്പോ ഇങ്ങനെ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുമ്പോൾ അതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യുന്നു. സോ ആ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. എ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി യൂസ്ഡ് ടു കമ്പയർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എ യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്, യൂസ്ഡ് ടു കമ്പയർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് n ഇൻറ്റു യു എന്നായിരിക്കും. അപ്പൊ യു എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആയിരിക്കും. n ഈസ് ഇന്റിജർ വാല്യൂ ഓർ ന്യൂമറിക്കൽ വാല്യൂ, ഇന്റിജർ വാല്യൂ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ് മെഷർമെന്റ്സ്. അപ്പൊ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ എഴുതാം. മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം. അപ്പൊ ഈ മാസ് എന്ന് പറയുന്നതാണ് ഞാൻ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ച PQ, ഫിസിക്കൽ ക്വാണ്ടിറ്റി. 10 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റിജർ വാല്യൂ. കിലോഗ്രാം എന്ന് പറയുന്നതാണ് എന്റെ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂണിറ്റിനെ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് യൂണിറ്റ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നും യുവും തമ്മിലുള്ള ബന്ധം. എന്നിന് യുവിനോടുള്ള ബന്ധം എന്താണ് നമുക്ക് നോക്കിയേക്കാം. ഇപ്പോ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ. ഇത് തന്നെയാണ് 100 സെന്റിമീറ്റർ. ഇത് തന്നെയാണ് 1000 മില്ലിമീറ്റർ. എല്ലാം സെയിം ആണ്. അപ്പോ ഒരേ ആളെ നമ്മൾ പല യൂണിറ്റുകൾ വെച്ച് മെഷർ ചെയ്തു. അപ്പോ നമുക്ക് കിട്ടിയ നമ്പറുകൾ വ്യത്യസ്തമാണ്. നോക്കിക്കേ, ഇത് ഞാൻ U1 ആയിട്ട് വിചാരിച്ചപ്പോൾ എനിക്ക് അതിന് ഫ്രണ്ടിൽ ഒരു നമ്പർ കിട്ടി N1. ഇത് U2 ആയിട്ട് വിചാരിച്ചപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ കിട്ടി N2. ഇത് U3 ഞാൻ യൂസ് ചെയ്ത 3ാമത്തെ യൂണിറ്റ് ആണ്. ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ N3. സോ ജനറലി നമുക്ക് എഴുതാൻ പറ്റും N1 U1, N2 U2, N3 U3 ഇവരെല്ലാം സെയിം ആണ്. ഇനി നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം n ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു u. ഈ റിലേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഫോം ചെയ്തെടുക്കാം. കാരണം ഈ എക്സാമ്പിളുകൾ നമുക്ക് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും n ഇൻക്രീസ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യണം. ഇവിടെ മീറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വലിയ യൂണിറ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിച്ചപ്പോ നമ്പർ കുറഞ്ഞു. അതുപോലെ തന്നെ സെന്റിമീറ്റർ കുറച്ചുകൂടി ചെറിയ യൂണിറ്റ് ആണ്, നമ്പർ വലുതായി. മില്ലിമീറ്റർ വീണ്ടും ചെറിയ യൂണിറ്റ് ആണ്, വീണ്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ വലുതായി. അപ്പൊ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് n ഇൻറ്റു യു ആൻഡ് n ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/u. അപ്പോ പല കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ പല പല യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്ന യൂണിറ്റുകളല്ല നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റുകൾ യൂണിറ്റുകൾ ഉപയോഗിക്കാനായിട്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാനായിട്ടുള്ള ഈ യൂണിറ്റുകൾ ഉപയോഗിക്കാനായിട്ട് പണ്ട് കാലം മുതൽക്ക് തന്നെ ചില സിസ്റ്റംസ് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സിസ്റ്റംസിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഒന്ന് ബ്രീഫായിട്ട് പരിശോധിക്കുന്നത്. അതിൽ ആദ്യത്തെ ആള് സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഫസ്റ്റ് ആള് FPS സിസ്റ്റം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുന്ന സിസ്റ്റമാണ്. ഇതില് ലെങ്ത് എല്ലാ മെഷർമെന്റുകളും ഫൂട്ട് അല്ലെങ്കിൽ അടിക്കണക്കിലാണ് ലെങ്തുകളെല്ലാം മെഷർ ചെയ്തിരുന്നത്. മാസ് കിട്ടിയാൽ അവര് പൗണ്ടിലാണ് മെഷർ ചെയ്യുക. ടൈം കിട്ടിയാൽ അവര് സെക്കൻഡിൽ മെഷർ ചെയ്യും.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ ലെങ്തുകളും ഫൂട്ടില്, എല്ലാ മാസം പൗണ്ടില് ഒക്കെ മെഷർ ചെയ്യുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ട് വരും. നമ്മൾ എത്ര പൗണ്ടാണ് നമ്മുടെ വെയിറ്റ് ചോദിച്ചാൽ നമ്മൾ കുഴഞ്ഞു പോകും. നമ്മുടെ നീളം എത്ര അടിയാണ്, അത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം നമ്മൾ അടിക്കണക്കിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ ആ പാടെ പെട്ടുപോകും. അതുകൊണ്ട് നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണം കഴിഞ്ഞപ്പോഴേക്കും ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മളങ്ങ് എടുത്ത് കളഞ്ഞു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫൂട്ടും പൗണ്ടും യൂസ് ചെയ്യുന്നതിൽ ഉണ്ട്. അതുകൊണ്ടാണ്. രണ്ടാമത് ഉപയോഗിച്ചിരുന്നത് MKS സിസ്റ്റമാണ്. MKS സിസ്റ്റത്തില് ലെങ്ത്, മാസ്, ടൈം ഇവരെ മെഷർ ചെയ്തിരുന്നത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡിലാണ്. നമ്മളിപ്പോ സാധാരണഗതിയിൽ എല്ലാം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ MKS സിസ്റ്റത്തിൽ വേറെ പല കാര്യങ്ങൾക്കും യൂണിറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക് കറണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇവർക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് MKS സിസ്റ്റവും പിൽക്കാലത്ത് ഡിസ്കാർഡ് ചെയ്തു. എന്നാൽ ഇത് ഡെവലപ്മെന്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്നത്തെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്നത്. മൂന്നാമത്തേത് CGS സിസ്റ്റം അല്ലെങ്കിൽ ഗോസ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം. അപ്പോ നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലാവും, ഓൾ ലെങ്ത് ആർ മെഷർഡ് ഇൻ സെന്റിമീറ്റർ, all mass is measured in gram and all time is measured in second. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. എന്നാൽ SI സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റുകളെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ഇന്റർനാഷണൽ അനുസരിച്ച് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ കൊണ്ട് നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും മെഷർ ചെയ്യാൻ പറ്റും എന്ന് SIക്കാർ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മാസിന്റെ നമ്മൾ യൂണിറ്റ് kg ആണ്. അപ്പം SI സിസ്റ്റത്തിലെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. 2 ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. 3 ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ് മെഷർ ചെയ്യുക. 4 ഇലക്ട്രിക് കറണ്ട് ആംപിയർ. 5 ടെമ്പറേച്ചർ കെൽവിൻ. 6 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് 7 ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡേല. ഇതിൽ ചില യൂണിറ്റുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്, ചില യൂണിറ്റുകളൊക്കെ നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഫോർ എക്സാമ്പിൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡേല. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡേല? വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എമൗണ്ട് ആണ്, ഇന്റൻസിറ്റി ആണ്. വി കോൾ ഇറ്റ് ആസ് ലൂമിനസ് ഇന്റൻസിറ്റി. ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു യൂണിറ്റ് പർട്ടിക്കുലർ ഏരിയയിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ intensity. That is actually luminous intensity, which is measured as candela. And then 2 angles, plane angle, radian, solid angle, steradian. Plane angle നമ്മൾ റേഡിയൻ മെഷർമെന്റുകളിലാണ് നമ്മൾ എല്ലാ മെഷർമെന്റുകളും ചെയ്യാറുള്ളത്. ആംഗിളുകളെല്ലാം റേഡിയനിലാണ് മെഷർ ചെയ്യുക. രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ ആണ്. അവരെ നമ്മൾ സ്റ്റെറേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് യൂസ് ചെയ്യും. സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം, നമുക്കത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്താണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ, ഈ ബോർഡ് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ് എന്ന് വിചാരിക്കാം. ഈ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ട്, സേ എ. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് there is an origin O. അപ്പൊ ഈ ഒറിജിനിലുള്ള ഒബ്സർവർ, സപ്പോസ് ഒരു ഒബ്സർവർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. എയിലുള്ള പോയിന്റ് മൂവ് ചെയ്ത് എവിടെ എത്തുന്നു? ബിയിലേക്ക് എത്തുന്നു. അപ്പൊ എയിലുള്ള ആള് മൂവ് ചെയ്ത് എവിടെ വന്നു? ബിയിലേക്ക് എത്തി. അപ്പൊ ഈ മോഷൻ ഈ പ്ലെയിനിലുള്ള മോഷനാണ്. ഒരു പോയിന്റ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ സ്ഥാനത്തുണ്ടായിരുന്ന ബോഡി മൂവ് ചെയ്തിരിക്കുന്നു ബിയിലേക്ക്. ദെൻ അവര് മൂവ് ചെയ്യുമ്പോ ഒറിജിന്റെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് ആക്ച്വലി കോൾഡ് പ്ലെയിൻ ആംഗിൾ. ഇതിനെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുക. അതായത് ഒരു സിംഗിൾ പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ പ്ലെയിൻ ആംഗിൾ ഈസ് represented by, which is measured by radian. Now, ഈ പോയിന്റിന്റെ സ്ഥാനത്ത് if a surface is there, ഒരു സർഫസ് ആണ് മൂവ് ചെയ്യുന്നത് വിചാരിച്ചു. ഇതൊരു സർഫസ് ആണ്. ഈ സർഫസ് ആണ് ഈ പോയിന്റിനെ കറസ്പോണ്ട് ചെയ്ത് മൂവ് ചെയ്യുന്നെങ്കിൽ ഈ പോയിന്റിനെ റെസ്പെക്ട് ചെയ്ത് നോക്കിയാൽ ഈ സർഫസിൽ ഫോം ചെയ്യുന്ന ആംഗിളുകൾ ഇതാ ഇങ്ങനെയാണ്. ഈ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ ഒമേഗ എന്ന് വിളിക്കുന്നത്.
സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള ആംഗിൾ, ഒരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുമ്പോൾ സർക്കിളിന്റെ ഭാഗമായിട്ടോ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിട്ടോ നമുക്ക് കിട്ടുന്നതാണ് പ്ലെയിൻ ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വലിയൊരു കേക്ക് ഉണ്ടെങ്കിൽ ആ കേക്കിനെ കട്ട് ചെയ്ത് ഒരു പീസാക്കി ആ പീസ് നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ. അപ്പൊ ഇതാണ് മെഷർമെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. അപ്പൊ ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പല ആപ്ലിക്കേഷൻസും നമുക്കിനി പറയാനുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് ഉള്ളത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്, ദാറ്റ് ഈസ് ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ്. എന്താണ് ഡയമെൻഷൻസ്? അപ്പൊ നമുക്ക് ഡയമെൻഷനെ നമുക്കൊരു കുക്കറി ചാനലിലെ ഒരു കുക്കറി ഷോയുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു വീട്ടിലൊരു ബിരിയാണി ഉണ്ടാക്കണം. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെയാണ്, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചില ഇൻഗ്രീഡിയൻസ് വേണം. ഇപ്പൊ ഞാൻ ഇത്ര കുക്കിംഗ് എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ബിരിയാണി റൈസ് വേണം, നെയ്യ് വേണം, നമ്മൾ ഏത് ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത് അതിനുള്ള ഐറ്റം വേണം. ഇപ്പൊ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ, അതുപോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുപോലുള്ള ഉണക്കമുന്തിരി, അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് സ്യൂട്ടബിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഒരു ബിരിയാണി. ഇതേപോലെ തന്നെയാണ് ഡയമെൻഷൻ. അപ്പൊ ഡയമെൻഷൻ ഇതുമായിട്ട് എന്താണ് കണക്ഷൻ? അപ്പൊ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയിരിക്കാം. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ആയിരിക്കാം. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഇൻവോൾവ്മെന്റ് എടുക്കുന്നതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഡയമെൻഷൻ. അതായത് നമ്മൾ ബിരിയാണി എടുത്ത് അതിലെ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കുന്നത് പോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് അതിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് മാറ്റി വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഡയമെൻഷൻസ്. ഇതില് മെയിനായിട്ട് നമ്മൾ മാസ്, ലെങ്ത്, ടൈം, ഈ 3 ആസ്പെക്ടുകളെ ബേസ് ചെയ്തിട്ടാണ് ഡയമെൻഷൻസ് എഴുതാറ്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോ മാസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ, അതുപോലെ ലെങ്ത് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എൽ ആൻഡ് ടൈം ക്യാപിറ്റൽ ടി. ഇവരുടെ 3 പേരുടെയും ബേസിലാണ് നമ്മൾ ഡയമെൻഷൻസ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇവരുടെ 3 പേരുടെയും ബേസിൽ ഡയമെൻഷൻ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവര് ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ തന്നെ ഇവർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും. അപ്പോ നമ്മളൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു എക്സ്പ്രസ് എ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഡയമെൻഷൻസ്. അപ്പോ എന്താണ് ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവേഴ്സ് ടു വിച്ച് the fundamental quantities, powers to which the fundamental quantities are raised to express a given physical quantity. ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം എന്താണ് ഡയമെൻഷൻസ്. ചെറിയൊരു കാര്യത്തിന്റെ ഡയമെൻഷൻ നമുക്ക് എഴുതാം. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ആദ്യം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എപ്പോഴും അതിനൊരു ലെങ്ത് ആണ്. ശരിക്കും നമ്മൾ ഏത് ഡിസ്റ്റൻസ് ആണെങ്കിലും അത് മെഷർ ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് എന്നുള്ളത് ലെങ്ത് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്. സോ അതിലുള്ള ഡയമെൻഷൻ എല്ലാം ബൈ ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പൊ എൽ ബൈ ടി ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതാറില്ല. സോ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -1. എൽ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു 1, ടി റേസ് ടു 1. നമുക്കറിയാം അവിടെ മാസ് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. സോ എം റേസ് ടു 0. സോ എം റേസ് ടു 0, എൽ റേസ് ടു 1, ടി റേസ് ടു -1 എന്ന് പറയുന്നതാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ ഡയമെൻഷൻ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് മെഷർ ചെയ്യാം. നമുക്ക് കൂടുതലായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് നോക്കാം.
നമ്മുടെ അടുത്ത ഡയമെൻഷൻ നമുക്ക് ഫോഴ്സ് അല്ല ആക്സിലറേഷന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കും. ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളത് കൊണ്ട് എൽ ടി റേസ് ടു -1 ബൈ ടൈം. അപ്പൊ എന്ത് കിട്ടി? എൽ ടി റേസ് ടു -2. അപ്പൊ ആക്സിലറേഷൻ m0 ഉണ്ട്. അപ്പൊ ആക്സിലറേഷന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2. അടുത്തത് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് നമ്മൾ നോക്കി. മാസ് എന്ന് പറയുന്നത് m⁻1 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. വെറുതെ കമ്പൈൻ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ml t റേസ് ടു -2. ഇതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഇനിയുള്ളത് വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണ് വർക്കിന്റെ. കാരണം വർക്കിന്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും എല്ലാം സെയിം ആണ്. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു മെക്കാനിക്കൽ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. ഫോഴ്സ് ഇവിടെ ഉണ്ട്. ml t റേസ് ടു -2. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ്. സോ L. അപ്പൊ കമ്പൈൻ ചെയ്തേ m⁻1 L into L L square t റേസ് ടു -2. ഇതാണ് വർക്കിന്റെ ഡയമെൻഷൻ. നമുക്കിനി ഒരെണ്ണം കൂടെ നോക്കാം. മൊമെന്റം. മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മാസിന്റെ ഡയമെൻഷൻ m⁻1, വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റേസ് ടു -1. കമ്പൈൻ ചെയ്താൽ ml t റേസ് ടു -1. ദിസ് ഇസ് ദ ഡയമെൻഷൻ ഓഫ് മൊമെന്റം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എഴുതാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത്, നമുക്ക് നോർമലി അറിയാം കോൺസ്റ്റന്റുകൾ, ഇപ്പം നമ്പേഴ്സ്, പൈ, അതുപോലുള്ള കോൺസ്റ്റന്റുകൾക്ക് സാധാരണഗതിയിൽ ഡയമെൻഷൻ ഉണ്ടാവാറില്ല. ചില വേരിയബിൾ ലൈക്ക് സൈൻ തീറ്റ, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ് തുടങ്ങിയ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ എക്സെപ്ഷണലായിട്ട് ചില കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ നോക്കുന്നത് അത്തരത്തിലുള്ള ചില കോൺസ്റ്റന്റുകൾക്ക് ഉണ്ടാവുന്ന ഡയമെൻഷൻ. അത് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. കോൺസ്റ്റന്റ്സ് ഹാവിംഗ് എ ഡയമെൻഷൻ. സോ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. അതില് ഒന്നാമനായിട്ട് ഞാൻ പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് സാധാരണഗതിയിൽ നമുക്ക് ആവശ്യം ഉള്ളതാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ബൈ വലിയ ജി, ക്യാപിറ്റൽ ജി. അപ്പൊ അത് കണ്ടുപിടിക്കാം. നമുക്കൊന്ന് കാണാതെ പഠിക്കുന്നതിലും നല്ലത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. F is equal to G into m1 m2 divided by r square. ഇത് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is equal to G m1 m2 divided by r square. അപ്പോ ഈ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജിക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. G is equal to force due to gravitation into r square by m1 m2. ഇനി ഡയമെൻഷൻ ഒന്ന് എഴുതാം നമുക്ക്. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ അത് നമ്മൾ മുമ്പേ എഴുതിയിട്ടുണ്ട്. ml t റേസ് ടു -2 ഇൻറ്റു ആറിന്റെ സ്ക്വയർ. ആറ് എന്താണ് ശരിക്കും? ഡിസ്റ്റൻസ് ഫ്രം ദ മാസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ് ആണ്. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എപ്പോഴും അത് ലെങ്ത് ആണ്, വെറും ലെങ്ത് അല്ല, ലെങ്തിന്റെ സ്ക്വയർ ബൈ m1 m2. m1 ഈസ് മാസ്, m2 എന്ത് തന്നെയാണ്? മാസ് തന്നെയാണ്. ഒന്ന് കമ്പൈൻ ചെയ്തേ. എം ഇവിടെ ഉണ്ട്, താഴെ n സ്ക്വയർ ഉണ്ട്. സോ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം m⁻1. L സ്ക്വയർ, ടോട്ടൽ L ക്യൂബ്, t⁻2 ഇങ്ങനെ തന്നെ വരും. സോ ഇതൊരു എക്സെപ്ഷൻ ആണ്. എ കോൺസ്റ്റന്റ് ഹാവിംഗ് എ ഡയമെൻഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ ആള് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്.
പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h. അപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആരാണെന്ന് നമുക്ക് ഇക്വേഷനിലൂടെ നോക്കാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എനർജിയുടെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. എനർജി possessed by a photon is given by h nu. ഈ എനർജിയാണ് h. നമുക്ക് കണ്ടുപിടിക്കേണ്ടയാള് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ന്യൂ ആരാണ്? ഫ്രീക്വൻസി. അപ്പൊ h ആരാണ്? എനർജി ബൈ ഫ്രീക്വൻസി. അപ്പൊ നമുക്കൊന്ന് ഡയമെൻഷൻ ഇട്ട് നോക്കിക്കേ. എനർജി എന്ന് പറയുന്നത് ml² T⁻² ആണ് ബൈ ഫ്രീക്വൻസി T⁻⁻1. ഫ്രീക്വൻസി 1 ബൈ ടൈം പീരീഡ് ആണ്. സോ T⁻⁻1. T⁻⁻1 മുകളിലേക്ക് കൊണ്ടുവരുമ്പോ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബിക്കം ml² T⁻⁻1 എന്ന് വരും. സോ ഇതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. മൂന്നാമത്തെ കോൺസ്റ്റന്റ് ഫോഴ്സ് കോൺസ്റ്റന്റ് K. ഫോഴ്സ് കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് K ഇൻറ്റു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എലോങ്ങേഷൻ ആണ്. ഡിവൈഡഡ് ബൈ എക്സ്. വാല്യൂസ് കൊടുക്കുമ്പോൾ ml T⁻⁻², അത് ഫോഴ്സ് റീസ്റ്റോറിംഗിന്റെ ആണ്. ബൈ എക്സ് എന്ന് പറയുന്നത് എലോങ്ങേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആണ്. ദാറ്റ് ഈസ് L. കട്ട് ചെയ്യുമ്പോൾ L ക്യാൻസൽ ചെയ്യുന്നു. സോ വി ഗെറ്റ് mT⁻². അപ്പോൾ കിട്ടിയത് K യുടെ ഡയമെൻഷൻ mT⁻². അത് തന്നെയാണ് സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്യൂം. സി, നമുക്കറിയാം സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ് ത്രൂ വാക്യൂം ഇസ് എ കോൺസ്റ്റന്റ്. വാല്യൂ നമുക്കറിയാം. ഡയമെൻഷൻ ഈസ് എക്സാക്ട്ലി ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി L⁻⁻. അപ്പൊ ഈ 4 എക്സാമ്പിൾ, 4 അല്ല ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഈ 4 എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. കോൺസ്റ്റന്റുകൾ ഈ പറഞ്ഞ 4 എണ്ണത്തിനും അവർ കോൺസ്റ്റന്റ് ആണ്, ബട്ട് അവർക്ക് ഡയമെൻഷൻ ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. റിമെമ്പർ, ഞാൻ എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസ് സമയക്കുറവ് മൂലം ഇവിടെ എഴുതിയിട്ടില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് എല്ലാ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ ഞാൻ എഴുതിയിട്ടില്ല. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഡയമെൻഷൻസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ദാറ്റ് ഈസ് ഡയമെൻഷണൽ അനാലിസിസ്. സോ ആദ്യത്തെ കേസിൽ ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ റിലേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു റിലേഷൻ, ഒരു ഇക്വേഷനെ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ബൈ ടേക്കിംഗ് ദ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ഇത് വർക്ക് ചെയ്യുന്നത് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റിയുടെ മാത്തമാറ്റിക്കൽ ഫോം ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ റിലേഷൻ ആണെങ്കിൽ ഇഫ് m⁻A, L⁻B, T⁻C is the dimension of the quantities in the left hand side which is equal to m⁻x, L⁻y, T⁻z dimension of quantities on the right hand side ആണെങ്കിൽ A = x, B = y and C = z. അതായത് അവരുടെ പവറുകൾ സെയിം ആയിരിക്കും. സോ ദിസ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്ക് ഇക്വേഷൻ അറിയണം. ഈ ഡയമെൻഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഇക്വേഷൻ ക്വസ്റ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി = mgh. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ml² T⁻². പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനർജിയുടെ ഡയമെൻഷൻ തന്നെയാണ്. സോ ml² T⁻². mgh നമുക്ക് ഇക്വേഷൻ അറിയാം. m മാസ് ആണ്. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M. g is the acceleration due to gravity. അപ്പോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷനും ആക്സലറേഷന്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്. സോ ജി യുടെ ഡയമെൻഷൻ L⁻². ആൻഡ് ഫൈനലി ഹൈറ്റ്, h is the height അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. സോ L ആണ്. അപ്പൊ നമുക്ക് ഇതിനെ RHS മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ml² T⁻². So from that equation we can say that left hand dimension is equal to right hand dimension and this is dimensionally correct. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്വസ്റ്റൻ ആണ്. ഇഫ് x is a physical quantity
represented by a relation x is equal to at plus b by c plus t. അപ്പൊ ഇതൊരു ഫിസിക്കൽ റിലേഷൻ ആണ്. എക്സ് പൊസിഷൻ ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഇത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ബി ആൻഡ് സി. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനൈറ്റി ആണ്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനൈറ്റിയില് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം ഷുവർ ആണ്. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് എയും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് ബിയും സെയിം ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നമ്മളൊരു റിലേഷനകത്ത് രണ്ട് ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് രണ്ട് ലെങ്തുകൾ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ഒരു ലെങ്തും ഒരു മാസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ രണ്ട് ടൈം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടൈമും ഒരു ഡിസ്റ്റൻസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഫിസിക്കൽ റിലേഷനിൽ എവിടെയെങ്കിലും പ്ലസോ മൈനസോ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോ ഇവിടെ നോക്കുക, എക്സ് ഇസിക്കൽ ടു എ ടി പ്ലസ് ബി ബൈ സി പ്ലസ് ടി. ഒരു കാര്യം ഉറപ്പാണ്, എക്സിന്റെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും ഒരേപോലെയാണ്. അതുപോലെ എക്സിന്റെ ഡയമെൻഷനും ഈ ബി ബൈ സി പ്ലസ് ടിയുടെ ഡയമെൻഷനും ഒരേപോലെയാണ്. ഇവന്മാരുടെ രണ്ടുപേരുടെ ഡയമെൻഷനും ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് നിട്ട് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ടി. എക്സ് ആരാണെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. എക്സ് പൊസിഷൻ ആണ്. അപ്പോൾ എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. എയുടെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൂടെയുള്ളയാള് ടൈം ആണ്, ടി, നമുക്കറിയാലോ. അപ്പൊ എയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ എന്ന് പറയുന്നത് എൽ ബൈ ടി. അങ്ങനെ നമ്മൾ എഴുതാറില്ല. സോ എൽ ടി റേസ് ടു മൈനസ് 1. അപ്പൊ എയുടെ ഡയമെൻഷൻ കിട്ടി. ഇനി ഡിനോമിനേറ്ററിൽ ചെയ്തിരിക്കുന്നത് നോക്കുക. ഡിനോമിനേറ്ററിൽ സിയും ഒരു ടൈമുമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എളുപ്പവഴി ഉപയോഗിച്ച് രണ്ട് ക്വാണ്ടിറ്റികൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഉറപ്പായിട്ടും സിയും ടിയും ഒരേപോലെയാണ്. കാരണം ടൈമിനെ കൂട്ടണമെങ്കിൽ കൂടുതലുള്ള ടൈം തന്നെ ആയിരിക്കണം. അപ്പൊ സി എന്ന് പറയുന്നത് ടൈം തന്നെ ആയിരിക്കണം. നമുക്ക് എയുടെ സിയുടെ ഡയമെൻഷൻ വളരെ എളുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ബൈ സി പ്ലസ് ടി. അപ്പൊ എഴുതി നോക്കാം. ഇത് ലെങ്ത് ആണ്, ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു, ബൈ താഴെ നോക്കാം സി പ്ലസ് ടി. അവർക്ക് രണ്ടുപേർക്കും ഡയമെൻഷൻ ഇടേണ്ട കാര്യമില്ല. കാരണം സി ഒരു ടൈമാണ് നമുക്കറിയാം, ടി ഒരു ടൈമാണ്. രണ്ട് ടൈമുകൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒരു ടൈം ആയിരിക്കും. ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഒരു ടൈം തന്നെ ആയിരിക്കും. അപ്പൊ ഇവരുടെ മൊത്തം ഡയമെൻഷൻ നമുക്ക് ആരായിട്ട് വിളിക്കാം? ടൈം ആണ്. അപ്പൊ നോക്കിക്കേ, ബി ബൈ ടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബി ആരാണ്? ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ബി എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ആര് തന്നെയാണ്? എൽ ഇൻറ്റു ടി. ഇതാണ് ബിയുടെ ഡയമെൻഷൻ. അപ്പൊ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇങ്ങനെ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ ഒന്നാം ഭാഗം, ആദ്യത്തെ ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. രണ്ടാം ഭാഗത്തില് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ലെങ്ത് മെഷർമെന്റും ഉൾക്കൊള്ളിക്കും. അപ്പോ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പാർട്ട് 2 ബാക്കിയുള്ള കാര്യങ്ങളും NCERT SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.